പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ ഈ വരുന്നതാരാ? ഇയാളെന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? പ്രൊട്ടക്ഷൻ. ഒന്ന് ഒതുങ്ങി നിക്കടോ, കേറുമ്പോ മുട്ടുമല്ലോ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നത്? സർ, എല്ലാ കാര്യത്തിലും കയറി ഇടപെടുത്തുന്നുണ്ട്. എന്താ സർ ഇത്? അടിപൊളിയാണ്. തമ്പുരാന്റെ ഓരോ വികൃതികള്. ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന്. അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തത്. വൃത്തികേട്ട് പറയാത്ര വൃത്തികെട്ടവനെ. ഇതൊരു പബ്ലിക് പ്ലേസാ. ഞാനൊരു പെൺകുട്ടിയും കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. കുന്തി ദേവിയെ കാണുമ്പോ ഹണി ചിരിക്കട്ടെ. വലിയ പലിശക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. ആ വഴിക്ക് ലേശം താല്പര്യമില്ലാതില്ല. കുന്തി ദേവിയെ കാണുമ്പോ ഹണി ഇമാതിരി ഡയലോഗ് രേശു ഒരു ഉളുപ്പ് വേണ്ട മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത് സാർ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. എനിക്ക് മെയിനായി പറയാനുള്ളത് എപ്പോഴും പറയുമ്പോൾ തന്നെ നിങ്ങൾ ആരും ചീത്ത വിളിക്കുക ഇവരെ ഇത് പറയാ ചെയ്യണ്ട. കാരണം ഇവരുടെ ഒരു രീതികളാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് കാണിക്കണത്. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും. പുള്ളിക്കാൻ അതായിരിക്കും ആനന്ദം കണ്ടെത്തുന്നത്. പക്ഷെ നമുക്കതിൽ ആനന്ദമില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചായിട്ടോ? അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ